ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സജൂസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നല്ലൊരു അടിപൊളി ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാന് ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ ഓയിലും യൂസ് ചെയ്യാം കേട്ടോ, പക്ഷേ വെളിച്ചെണ്ണയിൽ യൂസ് ചെയ്യുന്നതാണ് കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടാവുക. നമുക്ക് കഴിയുന്നത് വെളിച്ചെണ്ണ തന്നെ എടുക്കുക. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂണിനേക്കാളും കുറച്ച് അധികമായിട്ട് നല്ല ജീരകം ഇട്ട് കൊടുക്കാം. ഈ ഒരു റോസ്റ്റിൻ്റെ മെയിൻ ടേസ്റ്റ് എന്ന് പറയുന്നത് തന്നെ ഈ നല്ല ജീരകത്തിൻ്റെതാണ് കേട്ടോ. അപ്പോൾ ഇത് മസ്റ്റായിട്ടും വേണം. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ചൂടായിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. 1/4 ടീസ്പൂൺ, പിന്നെ അതിൻ്റെ ഒരു പകുതിയൊക്കെ ആയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതൊന്ന് നന്നായിട്ട് പൊട്ടി വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറിയ സ്ലൈസായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് ചൂടായിട്ട് പൊട്ടി വന്നിട്ട് മാത്രം ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ വെളുത്തുള്ളി ചതച്ചിട്ട് ഇട്ട് കൊടുക്കുന്നതിനേക്കാളും നല്ലത് ഇതേപോലെ ചെറിയ സ്ലൈസായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്ന കേട്ടോ. എങ്കിലേ നമ്മളിത് ഉണ്ടാക്കിയിട്ട് കഴിക്കുന്ന ടൈമിൽ ചെറിയ സ്ലൈസായിട്ടൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെ ഇട്ട് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതേപോലെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറിയ സ്ലൈസായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഇത് രണ്ടും ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ഒരുപാട് നേരം ഒന്നും വഴറ്റണ്ട, കാരണം നമ്മൾ ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കാൻ വേണ്ടി പോവാണ്. അപ്പം തന്നെ നമ്മൾ കുറച്ചധികം ടൈം വഴറ്റും. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കളറ് മാറിയാൽ മതി. അപ്പോൾ ഇതിവിടെ ജസ്റ്റ് ഒന്ന് കളറ് മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സവാളയുടെ പകുതി ഇട്ട് കൊടുക്കാം. നമ്മളിതിൽ ഒരുപാട് സവാളയൊന്നും യൂസ് ചെയ്യുന്നില്ല കേട്ടോ, അതേപോലെ തക്കാളി ഒന്നും യൂസ് ചെയ്യുന്നില്ല. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റോസ്റ്റാണിത്. അപ്പോൾ ഉള്ളി ഇട്ട് കൊടുക്കുമ്പോൾ ഇതേപോലെ ചെറിയ സ്ലൈസായിട്ട് തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ, എന്നാലേ പെട്ടെന്ന് വഴന്നിട്ടൊക്കെ വരുള്ളൂ. അല്ലെങ്കിൽ റോസ്റ്റായിട്ട് എടുക്കുമ്പോൾ ഉള്ളി ഒരുപാട് ഇങ്ങനെ കിടന്നു കഴിഞ്ഞാൽ അത്ര നന്നായിട്ട് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ചെറിയ സ്ലൈസായിട്ട് തന്നെ ഇട്ട് കൊടുക്കാം. നമ്മളിനി ഇതിൽ തക്കാളി അതേപോലെ ബാക്കിയുള്ള സാധനങ്ങളൊന്നും യൂസ് ചെയ്യുന്നില്ല. ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റോസ്റ്റാണിത്. നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ മെയിൻ എന്ന് പറയുന്നത് നല്ല ജീരകം തന്നെയാണ്. അതിൻ്റെ ടേസ്റ്റാണ് ഈ കറിക്ക് മൊത്തമായിട്ട് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. നമ്മൾ ഈ ടൈമിൽ സാധാരണ ഉപ്പ് ചേർത്ത് കൊടുക്കാനുണ്ട് പെട്ടെന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട്. പക്ഷെ നമ്മൾ ഈ കറിയിൽ ഉപ്പ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി ഇതിലേക്ക് നമ്മുടെ ചുവന്ന മുളക് ഉണ്ടല്ലോ, അത് മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇതേപോലെ 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. അത് മിക്സിയിലിട്ടിട്ട് ഒന്നിങ്ങനെ പൊടിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിത് ഇതേപോലെ വാങ്ങിച്ചതാണ്. അപ്പോൾ ഇതിന് കുറച്ച് എരിവ് കുറവാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ മുളകിന് എരിവ് എത്ര ഉണ്ടെന്ന് നോക്കിയിട്ട് എടുക്കുക. നമ്മൾ 2 ടീസ്പൂൺ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇതിലേക്ക് മുളക് പൊടിയൊക്കെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് എരിവ് കുറവായതുകൊണ്ട് തന്നെ ഞാൻ മുളക് പൊടി അത്യാവശ്യം ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതിട്ട് കഴിഞ്ഞാൽ ഇതന്നെ നല്ല എരിവുണ്ടെങ്കിൽ മുളക് പൊടി അത്ര ചേർക്കണ്ട. അപ്പോൾ ഭയങ്കര എരിവായി കഴിഞ്ഞാൽ നമുക്ക് ഒട്ടും കഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് നിങ്ങളുടെ മുളകിൻ്റെ എരിവിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് വഴറ്റി കൊടുക്കാം. ഈ മുളകും സവാളയും എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് വഴന്ന് വരട്ടെ. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ നിങ്ങളുടെ മുളകിൻ്റെ എരിവിനനുസരിച്ച് മാത്രം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒത്തിരി എരിവ് കൂടരുത്. 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നല്ലൊരു കളറിനൊക്കെ വേണ്ടിയിട്ടാണ്. എരിവ് കുറവായിരിക്കും, എന്നാൽ നല്ല കളറും ആയിരിക്കും. അപ്പോൾ നിങ്ങളുടെ മുളകിന് ഓൾറെഡി നല്ല എരിവുണ്ടെങ്കിൽ മുളക് പൊടിക്ക് പകരം വേണമെങ്കിൽ കാശ്മീരി മുളക് പൊടി മാത്രം ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുത്തിട്ട് ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഈ 2 സ്പൈസസ് മാത്രമേ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ കേട്ടോ. മഞ്ഞൾപ്പൊടി മുളക് പൊടി മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. എങ്കിലും ഈ കറി നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുത്താൽ മാത്രം മതി. നമ്മുടെ ഈ പൊടിയുടെ പച്ചമണക്കം ഒന്ന് പോയിട്ട് ജസ്റ്റ് ഒന്ന് വഴന്ന് വരാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ ഞാനിവിടെ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി നന്നായിട്ട് വഴറ്റി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ട ചിക്കൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 300 ഗ്രാംസ് ചിക്കനാണ് കേട്ടോ എടുത്തേക്കുന്നത്. അപ്പോൾ എത്ര ചിക്കൻ വേണ്ടതെന്ന് വെച്ചിട്ട് അതിനനുസരിച്ചിട്ട് എടുക്കാം. ചിക്കന് കട്ട് ചെയ്തിട്ട് എടുക്കുമ്പോൾ ചെറിയ സ്ലൈസായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാനും കൂടി ശ്രദ്ധിക്കുക കേട്ടോ. അതാണ് ഒന്നും കൂടി നല്ലതെങ്കിൽ നല്ല ടേസ്റ്റൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാനിവിടെ കട്ട് ചെയ്ത് തന്നെ കുറച്ച് വലിയ പീസുകളാണ്. അപ്പോൾ നിങ്ങൾ കുറച്ചും കൂടി ചെറിയ സ്ലൈസൊക്കെ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ, ആ ചിക്കനിലെ മസാലയൊക്കെ പിടിച്ചിട്ട്. അപ്പോൾ ഞാനിവിടെ ചിക്കനും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നമ്മളിതുവരെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ലല്ലോ. അപ്പോൾ നമുക്ക് ചിക്കനും കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതിലേക്ക് വേണ്ട ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം.
ചിക്കൻ്റെ എല്ലാ സൈഡിലേക്കും നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്ന ഈ മസാല നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. നമ്മളിതിൽ ഒട്ടും വെള്ളം ചേർക്കുന്നില്ല, ചിക്കൻ റോസ്റ്റ് ആയതുകൊണ്ട് തന്നെ. പിന്നെ നമുക്കറിയാമല്ലോ ചിക്കനൊക്കെ വേവിക്കുന്ന ടൈമിൽ അതിൽ നിന്ന് തന്നെ കുറേ വെള്ളം ഇറങ്ങാനുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എക്സ്ട്രാ വെള്ളം ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാനിവിടെ ചിക്കൻ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകാനുണ്ട്. അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, നമ്മൾ ഇതിലേക്ക് ഇനി ടൊമാറ്റോ സോസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ അത്യാവശ്യം ഉപ്പ് ഉണ്ടാവും. അപ്പോൾ അതൊന്ന് മനസ്സിൽ വെച്ചിട്ട് എത്രയാണ് വേണ്ടതെന്നുള്ളത് മാത്രം ചേർത്ത് കൊടുക്കുക. ചിക്കനിലേക്കും മസാലയിലേക്കും ഒക്കെ വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമുക്കിനി ചിക്കൻ ഒന്ന് വെന്തിട്ട് വേണമെങ്കിൽ ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ഉപ്പ് ആദ്യം തന്നെ ഒരുപാട് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഉപ്പ് കൂടിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഉപ്പ് കുറച്ച് കുറഞ്ഞാലും ഒന്ന് വേവിച്ചിട്ട് നമുക്ക് ഉപ്പ് നോക്കിയിട്ട് കുറച്ചും കൂടിയൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ എല്ലാം കൂടി ഇവിടെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കണം. അതിൽ ആദ്യത്തെ 5 മിനിറ്റ് ഇത് നന്നായിട്ട് മൂടി വെച്ച് വേവിച്ചിട്ട് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഒന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ, കാരണം നമ്മൾ വെള്ളം ഒന്നും ചേർക്കാത്തതുകൊണ്ട് പെട്ടെന്ന് അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതായത് ഒന്ന് ഇറങ്ങിയ വെള്ളമൊക്കെയാണ്. ചിക്കനൊക്കെ അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒന്നും കൂടി ഒന്ന് വേവണം. അപ്പോൾ നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇതൊന്നും കൂടി ഒന്ന് മൂടി വെക്കാൻ വേണ്ടിയിട്ട് പോവാണ്. എന്നിട്ടൊരു 5 മിനിറ്റും കൂടി ഒന്ന് വേവിച്ചെടുക്കാനും പോവാണ്. 10 മിനിറ്റൊക്കെ മതി ചിക്കൻ അത്യാവശ്യം നന്നായിട്ട് തന്നെ വെന്ത് വരാൻ വേണ്ടി. ചിക്കൻ അത്ര വലിയ വേവൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഞാനിതൊന്നും കൂടി ഒന്ന് മൂടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു 5 മിനിറ്റ് കൂടി നന്നായിട്ടൊന്ന് വേവിച്ചെടുത്താൽ മതി. അപ്പോഴേക്കും നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടാവും. അതിൽ നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും. ഈ ടൈമിൽ നല്ലൊരു സ്മെല്ല് വരും. ആ നല്ല ജീരകത്തിനൊക്കെ സ്മെല്ലുണ്ടല്ലോ, അതാണ് മെയിനായിട്ട് ഇതിൽ വരാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 10 മിനിറ്റ് കഴിഞ്ഞ് അപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ ഓൾമോസ്റ്റ് നന്നായിട്ട് തന്നെ വറ്റിയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1.5 ടീസ്പൂൺ ടൊമാറ്റോ സോസും കൂടി ഒഴിച്ചു കൊടുക്കണം. നമ്മളിതിൽ തക്കാളി ഒന്നും ചേർത്തിട്ടില്ല, അപ്പോൾ അതിൻ്റെ ഒരു പുളി ഒന്നും വരാനില്ല. അപ്പോൾ ഇതിലേക്ക് ഈ ടൊമാറ്റോ സോസ് മസ്റ്റാണ് കേട്ടോ, എങ്കിലേ ഇതിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ചെറിയൊരു പുളിയൊക്കെ വേണമല്ലോ. അപ്പോൾ നമുക്ക് 1.5 ടീസ്പൂൺ ടൊമാറ്റോ സോസും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇതും കൂടി ചേർത്താൽ തന്നെ ഈ കറിക്ക് നല്ലൊരു കളറൊക്കെ വരും. അപ്പോൾ എക്സ്ട്രാ കളറിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് നല്ലൊരു ടേസ്റ്റിൽ നല്ലൊരു കളറിലൊക്കെ ഇത് കിട്ടും. നല്ലൊരു സ്മെല്ലും ഒക്കെയാണ്. വളരെ സിമ്പിളാണ് ഇത് ഉണ്ടാക്കാനായിട്ട് കേട്ടോ. ഒരു പകുതി സവാള മാത്രം കട്ട് ചെയ്യാനേ ഉള്ളൂ. സാധാരണ നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കുന്നൊക്കെ പോലെ ഒരുപാട് സാധനങ്ങളൊന്നും കട്ട് ചെയ്യാനും ഒരുപാട് സ്പൈസസ് ചേർക്കാനും ഒന്നുമില്ല. അത്രയും സിമ്പിളാണിത്. നമ്മളിനി 1 മിനിറ്റും കൂടി ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു അല്പം കരിവേപ്പിൻ്റെലും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അത് അത്രയൊന്നും വേണ്ട, ലേശം ഇട്ട് കൊടുത്താൽ മതി, ജസ്റ്റ് ഒരു ഭംഗിക്കൊക്കെ വേണ്ടിയിട്ട്. നല്ല സിമ്പിളായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഭയങ്കര സിമ്പിളാണ് ഇത് ഉണ്ടാക്കാനായിട്ട്. നമുക്ക് പെട്ടെന്നൊക്കെ എന്തെങ്കിലും കറിയൊക്കെ ഉണ്ടാക്കണമെന്ന് തോന്നുകയാണെങ്കിൽ 10 മിനിറ്റ് കൊണ്ട് നല്ല അടിപൊളി ചിക്കൻ റോസ്റ്റ് റെഡിയായി. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതേപോലെ ഞാനിട്ട പ്രീവിയസ് വീഡിയോസൊക്കെ ഒന്ന് പോയി കാണണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ആ താഴെ കാണുന്ന റെഡ് കളർ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് അതിൻ്റെ അടുത്തുള്ള കുഞ്ഞ് ബെൽ ബട്ടണിൽ ഓൾ എന്ന് വേണം സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന കൂടുതൽ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ. ഇതിന് മുമ്പ് ഞാൻ വേറൊരു ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ അത് കാണാത്തവരൊക്കെ ഒന്ന് അതും പോയി കാണണം. അത് നല്ല സ്പൈസി ആയിട്ടുള്ള ചിക്കൻ റോസ്റ്റാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. താങ്ക്